സ്നേഹം അന്ധമാണെന്ന് കേട്ടിട്ടുണ്ട്. നമ്മളിൽ ചിലർ ആ അന്ധതയിൽ ഉദിക്കാത്ത സൂര്യനെ കണ്ടുണരുന്നു, അസ്തമിക്കാത്ത സന്ധ്യകളെ ആസ്വദിക്കുന്നു. അത് കാഴ്ചയില്ലായ്മയാണോ, അതോ വരാനിരിക്കുന്ന നിഴലുകളെ കാണാൻ വിസമ്മതിക്കുന്നതാണോ? ഡോക്ടർ എന്ത് പറഞ്ഞു? കുറച്ച് ടെസ്റ്റുകളൊക്കെ എഴുതി തന്നിട്ടുണ്ട്. ആണോ? എന്നിട്ട് ആ ടെസ്റ്റ് ചെയ്തോ? ഇല്ല, ചെയ്യണം. പിടിച്ചു വലിച്ചു കൊണ്ടുപോകേണ്ട അവസ്ഥയാണല്ലോ. എൻ്റെ ചേച്ചി, അച്ഛൻ ഈ പ്രായമാവുന്നതിനനുസരിച്ച് കുഞ്ഞു പിള്ളേരെ പോലെ ആയിക്കഴിഞ്ഞാൽ എന്താ ശരിയാവുക? അച്ഛൻ കാരണം നമുക്കാണല്ലോ ടെൻഷൻ. എന്ത് ചെയ്യാനാ, പറഞ്ഞാ കേക്കണ്ടേ. ചേച്ചി എങ്ങനെയാണെങ്കിലും ആ ടെസ്റ്റ് ഒന്ന് പറഞ്ഞ് ചെയ്യിക്കാൻ നോക്കട്ടോ. നമുക്ക് നോക്കാം. ആ, നീ വല്ലതും കഴിച്ചോ? ഇല്ല, കഴിക്കണം. പാർട്ടി മൂഡായിരിക്കും അല്ലേ? തുടങ്ങിയില്ലേ? ആ, ഇവിടെ പാർട്ടിയൊക്കെ എപ്പോഴാ തുടങ്ങി. കുറെ പേര് ഓഫ് പോയി. നോക്കിയും കണ്ടോക്കെ. ഓക്കെ, ശരി എന്നാ. ശരി, ടെസ്റ്റ് ചെയ്തിട്ട് പറയേ. ഓക്കേടാ. ഓക്കെ, ഗുഡ് നൈറ്റ്. Hi. Do you mind? No, I don't. അർജുൻ. ഞാൻ അർജുൻ. ലക്ഷ്മി. ആ, ലക്ഷ്മി. ദിവ്യ പറഞ്ഞിട്ട് എനിക്കറിയാം. ലക്ഷ്മി ഓക്കെ അല്ലേ? ഓക്കെയാണ്. എന്താ എങ്ങനെ ചോദിച്ചാ? അല്ല, എന്തോ ഒരു ഡിസ്റ്റർബ്ഡ് ആയ പോലെ. ഇനി ഞാൻ സ്മോക്ക് ചെയ്യുന്നതാണോ ഇറിറ്റേഷൻ? അങ്ങനെയാണെങ്കിൽ do you want? No, thanks. പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്നാണല്ലോ. സത്യം സത്യം, എനിക്ക് ഈ പുകവലിക്കുന്നവരെ തീരെ ഇഷ്ടമല്ല. You just threw it away. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, പുകവലി ആരോഗ്യത്തിന് ഹാനികരം. എനിക്ക് അതിന്റെ ചൊയ ഇഷ്ടമല്ല. പേരെന്താ പറഞ്ഞ? അർജുൻ. ലക്ഷ്മി എന്ത് ചെയ്യുന്നു? ഞാനോ? ഞാൻ ഇപ്പതേ ഇങ്ങനെ മാനത്തോട്ട് നോക്കി നിൽക്കുന്നു. നട്ടപ്പാതിരാത്രിക്ക് ആകാശം നോക്കിക്കാൻ ഭയങ്കര രസാ. ഒന്നും കാണില്ലെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാ. അതെ, പ്രത്യേകം. Leaning back into the shadows of the night. Is this a new dawn or just a trick of light? Waiting for the sun to break the silent blue. Searching for a spark, a star that's fresh and shadows fold, waking from the frost while an arm still holds a story waiting to be drifting through the
ഹലോ, എങ്ങനെയുണ്ട്? എന്റെ അമ്മേ, എന്താണ് മോളെ മോളുടെ ഉദ്ദേശം? ദുരുദ്ദേശം. പോടാ, ഇന്നലെ ഞാൻ ഗെറ്റ് ടുഗദറിന് പോകുന്ന കാര്യം പറഞ്ഞേ. ആ, ഗെറ്റ് ടുഗദർ എങ്ങനെയുണ്ട് പറ. നന്നായിട്ടുണ്ട്. ഓക്കെ ആണോ? പിന്നെ അതല്ല, നീ ഓക്കെ ആണോ എന്ന്. ഞാനും ഓക്കെ അല്ലാണ്ട്. ഇറിറ്റേറ്റഡ് ആണോ? ഞാനോ? അയ്യേ, എന്തിന്? എന്നാലേ എന്നാ നീയും വാ എൻ്റെ കൂടെ ഗെറ്റ് ടുഗദറിന്. പോടോ, ഞാൻ തന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോ ഞാൻ തന്നെ വരേണ്ട ആവശ്യം? താൻ പോയി അടിച്ചു പൊളിക്കേ. ഞാൻ എന്റെ ഫ്രണ്ട്സ് വിളിക്കുന്ന സമയത്ത് നിന്നെ കൂട്ടാണ്ട് പോവാം, അതുപോലെ. ഞാൻ വലിഞ്ഞു കയറി വരും. എന്തായാലും സമയം കളയണ്ട, മോള് വേഗം പോവാൻ നോക്ക്. ഞാൻ ഈ ഡിന്നറിന്റെ കാര്യത്തിൽ തീരുമാനാക്കാം. ശരി, നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കി വെക്കൂട്ടോ, ഞാൻ പോയിട്ട് വരാം. അയ്യോ, ചോര. ഇതെന്താ പറ്റിയ? അത് കട്ട് ചെയ്യുമ്പോ മുറിഞ്ഞു പോയതാ. ഇവിടെ മുറിയണേ. പോട്ടെ പോട്ടെ പോട്ടെ. സോറി. എന്തിരി? അല്ല, ഞാൻ കാരണമാണല്ലോ നിന്റെ പ്ലാനിങ് കൊളായത്. പ്ലാൻസ് കുറവായി, പക്ഷെ കുഴപ്പമില്ല. കൈ ചെയ്യട്ടെ. അർജു, ഞാനിപ്പോ പോയിരുന്നെങ്കിലും ആ പ്ലാൻസ് കുളവായനെ. അതുകൊണ്ട് ഈ കുളവായാലും കുഴപ്പമില്ല കേട്ടോ. ഒരു കണക്കിന് പറഞ്ഞാൽ നീ പോകാത്തത് എനിക്ക് എന്നെ വലിയ വിഷമമൊന്നുമില്ല. അതെ, അതാ സോറ് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി. ഉടായിപ്പ്. ഉടായിപ്പോ? ആരൊരു ഉടായിപ്പ്? ഞാനോ? ഓക്കെ അല്ലേ? നീ തന്നെ ഉടായിക്കോട്ടെ. നീയാണ് ഉടായിപ്പ്.
നമ്മൾ ഇതിനു മുമ്പ് അടിയിട്ടപ്പോഴും പെട്ടെന്ന് തന്നെ മിണ്ടിയിട്ടില്ലേ? ഇപ്പൊ മാത്രം എന്താ ഇങ്ങനെ? ഇതിനും വേണ്ടി ഇപ്പൊ എന്താ ഉണ്ടായ അർജുൻ? സോറി. ഹലോ ലച്ചു, ആ ചേച്ചി, എന്ത് ചെയ്യാ? ഞാൻ കുറച്ച് ജോലിയിലായിരുന്നു. അർജുൻ ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ബെറ്ററാണ്. ഡോക്ടറെ കാണിച്ചില്ലേ? ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചേച്ചി, അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ശരി. എന്തായാലും ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. ഇന്നോ? ആ ഇന്ന്. ഇന്നെന്താ? ഡാ, ഇന്നല്ലേ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി? ആ അതെ. നീ അർജുന് ഫോൺ കൊടുത്തേ. നീ അവനെ വിഷയത്തില്ലാന്ന് വേണ്ട. അർജുൻ റെസ്റ്റ് എടുക്കുകയാണ് ചേച്ചി. എന്നാ നേരിട്ട് വിഷയം. ആ ലച്ചു, നീ ഓക്കെ അല്ലേ? ആ ചേച്ചി, ഓക്കെയാണ്. ഓക്കെ അല്ലാണ്ടാവാൻ എന്താ? ആ പിന്നെ അച്ഛനെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് കൊണ്ടുപോയായിരുന്നു. ആ അതുകൂടെ പറയാനാ ഞാൻ വിളിച്ചേ. കുറച്ച് കുഴപ്പമുണ്ട്, അച്ഛനും അറിയാം. ഇനി ഡോക്ടർ മരുന്നൊന്നും വേണ്ടെന്ന് അച്ഛൻ പറയുന്നത്. അതെങ്ങനെ ചേച്ചി ശരിയാവുന്നത്? ശരിയാവില്ല. നീ ഇനി അത് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. നമുക്കിന്ന് നിന്റെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാം. ഓക്കെ? ശരി ചേച്ചി. നീ വിചാരിക്കുന്ന മാതിരി അവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ ഹാപ്പിയാ. അതല്ല അച്ഛാ, എന്തോ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവിടെ ചെന്നപ്പോഴും അവൻ നമ്മളോടൊന്നും മിണ്ടിയില്ലല്ലോ. ഡോ, കല്യാണം കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നും ഇല്ലെങ്കിലും എൻ്റെ അനിയത്തെ എനിക്കറിയാം. വൈകുന്നേരം എന്തായാലും അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ. അപ്പോൾ വേണമെന്ന് സംസാരിച്ച് നോക്കാം. ഇത് എത്ര നേരമായി? ഇവളിതെവിടാ? കുളിക്കുന്ന മറ്റായിരിക്കും. അർജുനില്ലേ അവിടെ? അത് ശരിയാണല്ലോ. സോറി, ഞാൻ പാത്രം കഴുകായിരുന്നു. എന്ത് കോലാമോള ഇത്? കുളിയും തന്നെയൊന്നും ഇല്ലേ? ഇവിടെ എന്താ ഒരു വല്ലാത്ത സ്മെല്ല്? വേസ്റ്റ്. നിങ്ങൾ വാ. ഞാൻ ആ വേസ്റ്റ് ഒന്ന് കൊണ്ടുപോയി കളഞ്ഞിട്ട് വരാം. എന്താന്ന് നീ നോക്ക്. അച്ഛാ, ഞാൻ അർജുനെ കാണട്ടെ. എന്താ മോളെ? എന്തു പറ്റി? അവൻ ഉറങ്ങല്ലേ? ഡിസ്റ്റർബ് ചെയ്യണ്ടായിരുന്നു.
എങ്ങനെയുണ്ട് എന്റെ എഗ് ബുർജി? നന്നായിട്ടുണ്ട് എഗ് ബുർജി. അതെന്താടോ ഒരു ആത്മാർത്ഥത കുറവ്? അല്ലടാ, നന്നായിട്ടുണ്ട്. ലക്ഷ്മി, അല്ല, എനിക്ക് എഗ് ബുർജി അത്ര ഇഷ്ടമല്ല. പിന്നെ ഞാൻ ആദ്യം കഴിച്ചപ്പോ ഉണ്ടല്ലോ, അതില് ഭയങ്കരമായിട്ട് എന്തോ കരിഞ്ഞതുപോലെ, അതുകൊണ്ടാ. ഇതങ്ങ് പറഞ്ഞാ പോരെ. അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഇഷ്ടമല്ലാത്ത കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ബ്രെഡും ബട്ടറൊക്കെ ഇല്ലേ? അല്ല, ഞാൻ കഷ്ടപ്പെട്ടല്ല കഴിക്കുന്നത്. കുഴപ്പമില്ലതാ ബ്രെഡും ബട്ടറും. തമാശ പറഞ്ഞതാ. സാരില്ല, ബ്രെഡും ബട്ടറും ഉണ്ട്, അത് കഴിച്ചാൽ മതി. തമാശ പറഞ്ഞിട്ടില്ലേ വീട്ടില്? ലക്ഷ്മി, ഇതൊരു സഡൻ ഡിസിഷൻ ഒന്നുമല്ല. ഞാൻ കുറച്ചായിട്ട് ആലോചിക്കുന്നതാണ്. എന്തോ ഒരു സിങ്ക് ഔട്ട് ഇല്ലേ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഞാൻ നമ്മുടെ ഇടയിലത്തെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പൊ ഈ ഫുഡിന്റെ കാര്യം തന്നെ നോക്കിയേ. നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ആകെ മൊത്തത്തിലൊരു... എടാ, അങ്ങനൊന്നുമില്ല. ഇതെല്ലായിടത്തും നടക്കുന്നത് തന്നെയാ. ഇതൊന്നും ഇത്ര വലിയ കാര്യമൊന്നുമല്ല. എനിക്കാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് പിന്നീട് വലുതാവുക. ലക്ഷ്മി, സോറി. അർജു, നീ ഒന്ന് സമാധാനപ്പെട്. അർജു, നമുക്കിത് സംസാരിച്ച്... മതി ലക്ഷ്മി, മതി. ഞാൻ പറയുന്ന ഇതൊരു ചെറിയ പ്രശ്നമല്ലേ? കഷ്ടമുണ്ട്. പ്ലീസ് പ്ലീസ്, ഓ പ്ലീസ് പ്ലീസ്, സോറി. എന്റെ ലക്ഷ്മി, നീ ഇത്ര മണ്ടിയായി പോയോ? ഞാൻ ചുമ്മാ പറ്റിച്ചതല്ലേ മണ്ടി. ഞാൻ പ്രാങ്ക് ചെയ്തതാണ്. എന്തായാലും എനിക്ക് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. എന്റെ ലക്ഷ്മിക്ക് എന്നെ എത്രത്തോളം ഇഷ്ടമാണെന്ന്. പക്ഷെ അതിനേക്കാൾ എനിക്ക് ലക്ഷ്മി ഇഷ്ടമാണ്. എന്റെ മുത്തിനെ വിട്ട് ഞാൻ പോവോ? Happy birthday, happy birthday. Let's go. Rolling in late, I'm shifting the mood. Got everyone watching, catching an attitude. They see the fit and they jump to the worst. Say I'm a heartbreak, say I'm a curse. Swiping through rumors on a Friday night. Got my name in their mouth, but they ain't got it right. I let them talk while I step to the beat. Keep it cool, keep it smooth, keep it out of the street. They see the warning, they misunderstand. Try to figure out the cards in my hand. And they think I'm bad news, misunderstood. This says I'm toxic, but I'm good. Yeah, this says I'm toxic. But I'm good. ലച്ചു, അവൻ നിന്നെ തന്നെ നോക്കുന്നേ. ആര്? അത്തേണ്ടി ആരും നോക്കുന്നൊന്നുമില്ല. ഇപ്പോഴല്ല, നേരത്തെ. നോക്കുന്നെങ്കിൽ നോക്കട്ടെ, അതിനിപ്പോ എന്താ? നീ അങ്ങോട്ട് നോക്കാതെ അവ ഇങ്ങോട്ട് നോക്കി ഒളിപ്പിക്കില്ലല്ലോ. നീ ഐശ്വര്യ റായി ഒന്നുമല്ല. അല്ല, ഞാൻ ഷാരൂഖ് ഖാനും അല്ല. ലച്ചു, നിനക്ക് ഈ ആണുങ്ങളുടെ സൈക്കോളജി അറിയില്ല. അത് ശരിക്കും എന്താന്ന് പറഞ്ഞാൽ അതിലെ
ഞാൻ ശ്രദ്ധിച്ചില്ല അർജു, പോരെ. നീ ശ്രദ്ധിക്കണമായിരുന്നു. ഇത് ഇത്ര വലിയ മാങ്ങാത്തൊരു കാര്യമൊന്നും അല്ലല്ലോ. കുറച്ച് ചില്ലറ പൈസയുടെ കേസല്ലേ, അതൊന്ന് പോട്ടേന്ന് വെക്കണം. അത് പോട്ടെ വെക്കുന്നതല്ല, നിന്റെ ശ്രദ്ധയില്ലായ്മയുടെ കാര്യം ഞാൻ ഈ പറയുന്നത്. അയ്യോ, എന്റെ മോൻ ശ്രദ്ധയില്ലായ്മയെ പറ്റി ഒന്നും പറയല്ലേ, എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കണ്ട. നീ എന്താ പറയാൻ ഉദ്ദേശിച്ചേ? ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചതെന്ന് അർജുന് നന്നായിട്ട് അറിയാം. എനിക്കറിയില്ല, നീ പറ. എടാ, 50,000 രൂപ ഇൻവെസ്റ്റ്മെന്റ് എന്ന പേര് പറഞ്ഞ് തൊലച്ചത് ഞാനാണോ, നീയല്ലേ? അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയേണ്ട കാര്യം? ആ, അത് ഞാൻ പറയും. ധൈര്യം ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയടി. എടാ, 50,000. ലക്ഷ്മി, 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 സോറി. ഞാൻ അടിക്കാൻ വേണ്ടി അടിച്ചതല്ല. എനിക്ക് ദേഷ്യം വന്നപ്പോ പെട്ടെന്ന്. ലക്ഷ്മി, സോറി, സോറി, സോറി. നീ എന്താ പറഞ്ഞേ? വെറുതെ നിന്റെ വീട്ടുകാർ പോയി നിന്നെ തിരിഞ്ഞു നോക്കാത്തേ. ലക്ഷ്മി, എന്തെങ്കിലും ചോദിക്കുമ്പോ മറുപടി താ, അല്ലാണ്ട് കുന്തം നിൽക്കാണ്ട്. അർജുൻ, എന്നെ ഒന്ന് വെറുതെ വിടുവോ? ലക്ഷ്മി, കാര്യം പറ്റുമോ? എന്തിനാണ് നീ ഇത്ര ഒച്ച ഉണ്ടാക്കുന്നത്? എന്റെ വീടാണ്, ഞാൻ ഒച്ച ഉണ്ടാക്കും. ശരി, നീ ഒച്ച ഉണ്ടാക്ക്. ലക്ഷ്മി, ഞാൻ അന്ന് വന്നപ്പോഴും ശ്രദ്ധിച്ചു, നിന്റെ ചേച്ചിക്ക് എന്നെ കാണുമ്പോ എന്താണ് പ്രശ്നം? ഒരു ചൊറിച്ചിൽ എന്നെ കാണുമ്പോ. ഇതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാണ്. എല്ലാം എന്റെ തോന്നലാണ്. എനിക്ക് ഭ്രാന്താണല്ലോ. പല സമയം തോന്നുന്നു നിനക്ക് ഭ്രാന്താണ്. നീ എന്താ നിന്റെ അച്ഛനോട് ചേച്ചിയോട് എന്നെ പറ്റി പറഞ്ഞിട്ടില്ല? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നീ ഒന്നും പറഞ്ഞിട്ടില്ല? ഇല്ല. ഇവിടെ നടക്കുന്ന ഒരു കാര്യം നീ അവിടെ പറയാറില്ല? ഇല്ല അർജുൻ. എന്താ ചേച്ചി? ലച്ചു, അർജുൻ എന്താ പറ്റിയേ? അത് അച്ഛാ, നമ്മളിന്നലെ വെറുതെ സംസാരിച്ചു. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാ നീ പറയുന്നേ? ഇല്ലടാ. എന്നാ ഫോൺ എടുക്ക്. പറ്റത്തില്ല. അപ്പൊ നീ എല്ലാം പറയുന്നുണ്ട്. നിനക്കൊണ്ടല്ലോ, നിനക്ക് മുഴുത്ത ഭ്രാന്താ. അതെടി, എനിക്ക് ഭ്രാന്താണ്. എവിടെ എന്ത് പറയണമെന്ന് അറിയാത്ത നിന്നെ പോലെ ഒരുത്തിയുടെ കൂടെ ജീവിക്കണമെങ്കിൽ എനിക്ക് മുഴുത്ത ഭ്രാന്താണ്. പിന്നെ എന്തിനാണ് എന്നെ ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? എന്നെ അങ്ങ് വിട്ടേക്ക്. സംസാരിച്ചോണ്ടിരുന്നപ്പോ അച്ഛാ, ഇനിയിപ്പോ അവന് കുഴപ്പമൊന്നും ഇല്ലല്ലോ, നിങ്ങൾ കണ്ടല്ലേ? ചേച്ചി, കുറച്ച് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാ മാറും ചേച്ചി. സത്യം. എങ്ങോട്ടാടി നീ പോണേ? ഇന്ന് നാളെ എന്ന് പറഞ്ഞിരിക്കുന്ന നിന്റെ തന്ത എടുത്തേക്കോ? അത് അഴിഞ്ഞാടി നടക്കുന്ന നിന്റെ ചേച്ചി എടുത്തേക്കോ? നിനക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് അടി ഞാൻ, ഏറ്റവും ബെസ്റ്റ്. നീ ശരിക്കും നോക്ക്, നിന്റെ എല്ലാ കുറവും കണ്ട് സ്നേഹിച്ചിരിക്കുന്ന വേറെ ആരെ കിട്ടോടി? ഇല്ലെങ്കിൽ നീ ഇപ്പൊ പറഞ്ഞതൊക്കെ നിന്റെ അമ്മേനോട് അർജുനൊന്ന് വീണു, ചെറുതായിട്ടൊന്ന് നെറ്റി മുറിഞ്ഞു, വേറൊരു കുഴപ്പമില്ല. ലച്ചു, പറ, അവൻ റെസ്റ്റ് എടുക്കുവാണോ? അവൻ റെസ്റ്റ് എടുക്കുവാ. ലച്ചു, അവൻ റെസ്റ്റ് എടുക്കുവാണോ? അവൻ ഉറങ്ങുവാ.
ഓരോ രാത്രിക്ക് ശേഷവും പകൽ ഉദിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ ചില രാത്രികൾ ഇങ്ങനെയാണ്. പകലൊരു വിദൂര സ്വപ്നം മാത്രം, അന്ധമായ ആ സ്നേഹം പോലെ. ഞങ്ങൾക്കിപ്പോൾ എല്ലാം വിട്ടെറിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള ധൈര്യം തരുന്നത് ആ സ്നേഹം തന്നെ ആയിരിക്കും. അപ്പോഴും ഞങ്ങളെ അലട്ടുന്നൊരു ചോദ്യം, ഇവിടെ ശരിക്കും അവൾക്ക് അവനെയാണോ നഷ്ടപ്പെട്ടത്, അതോ ഞങ്ങൾക്ക് അവളെയോ?